Class 10, Chapter 12, Solids. Total surface area of a pyramid. ഒരു പിരമിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്നത് എങ്ങനെ? പിരമിഡിൻ്റെ ബേസിന് ഏത് ഷേപ്പ് ആണെങ്കിലും ബേസ് ഏരിയയുടെ കൂടെ ലാറ്ററൽ സർഫസ് ഏരിയ കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. പിരമിഡിൻ്റെ ബേസിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കും. വോളിയം ഓഫ് എ പിരമിഡ്. പിരമിഡിൻ്റെ വോളിയം കാണാൻ 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് 1/3 എടുത്താൽ മതി. ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വോളിയം കിട്ടും. വോളിയം ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് L എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. റേഡിയസ് ഓഫ് ദ സെക്ടറാണ് ഈ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് സെക്ടറിൻ്റെ റേഡിയസ് ആണ്. ഇനി ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രി ഒരു ഡിഗ്രി തന്നേക്കും, അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2πr, അതായത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആർക്ക് ലെങ്ത് കിട്ടും. ആർക്ക് ലെങ്ത് അറിയാമെങ്കിൽ നമുക്കതിൽ നിന്ന് r കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഏരിയ ഓഫ് കർവ്ഡ് സർഫസ് ഓഫ് എ കോൺ, അതായത് CSA കർവ്ഡ് സർഫസ് ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ πRL. L എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ, R റേഡിയസ്, കോണിൻ്റെ റേഡിയസ്, പിന്നെ π അറിയാമല്ലോ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോണ് ഇപ്പോൾ സെൻട്രൽ ആംഗിളാണ് തന്നേക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് 1/360 ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഇൻറ്റു πL സ്ക്വയർ ചെയ്താൽ മതി. 1/360 ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഇൻറ്റു π ഇൻറ്റു L സ്ക്വയർ ചെയ്താൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ കിട്ടും. അത് സെൻട്രൽ ആംഗിൾ തന്നേക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇനി വോളിയം, കോണിൻ്റെ വോളിയം ഓഫ് കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr²h. ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ 1/3 കണ്ടാൽ മതി. എന്ന് വെച്ചാൽ അതിൻ്റെ 1/3 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി സ്ഫിയർ, സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr². വോളിയം ആണെങ്കിൽ 4/3 πr³. വോളിയം 4/3 πr³ സ്ഫിയറിൻ്റെ. ഇനി ഹെമിസ്ഫിയർ, അതായത് ഒരു സ്ഫിയറിനെ രണ്ടായിട്ട് മുറിച്ചത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 3 πr². അതിനൊരു ബേസ് ഉണ്ട്, πr² എന്നൊരു ബേസും ഉണ്ട്. ബാക്കി ഈ 2πr² എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ പകുതി, സ്ഫിയറിൻ്റെ ഏരിയയുടെ പകുതി എടുക്കും, അതാ 2πr². സ്ഫിയറിൻ്റെ ഏരിയ 4πr², അതിൻ്റെ പകുതി 2πr². അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3πr². ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഇനി വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 πr³. 2/3 πr³, അതായത് സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ പകുതി. സ്ഫിയറിൻ്റെ വോളിയം 4/3 πr³, അതിൻ്റെ പകുതി 4ൻ്റെ പകുതി 2, 2/3 πr³. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ തേങ്ങയൊക്കെ മുറിച്ച് വെച്ചേക്കുന്നത്, അതാ ഹെമിസ്ഫിയർ. 2πr². അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr². ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോണിനൊരു ബേസ് ഉണ്ട്, അതൊരു സർക്കിളാണ്, അത് πr². കർവ്ഡ് സർഫേസ് എന്ന് പറയുന്ന ഉടനെ πRL, അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. πr² πRL കൂടെ കൂട്ടുമ്പം കോണിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടും. നോക്കി, രണ്ട് സൈഡ് πr കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ രണ്ടിടത്തും πrനെ അതുകൊണ്ട് ബ്രാക്കറ്റിന് വെളിയിലോട്ട് എടുത്തു, അപ്പോൾ πr ഇൻറ്റു r+l. πr² നിന്ന് πrനെ എടുത്തു, πRL എന്നും πrനെ എടുത്തിട്ട് ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതി. πr ഇൻറ്റു r+l, TSA ഓഫ് എ കോൺ, πr ഇൻറ്റു r+l. ഓക്കെ.